നമസ്കാരം സാറേ. ഈ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ തലയുടെ MRI സ്കാനൊന്നും എടുക്കണ്ടായി. കുറച്ച് നാളായിട്ട് ഇങ്ങനെ തലചുറ്റൽ മാറാതെ നിൽക്കണോണ്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് എടുത്തു നോക്കിയതാണ്. അപ്പോൾ അത് കാണിച്ച ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്ന്. പക്ഷെ എന്നാലും സാർ ഞാൻ അതിൻ്റെ റിപ്പോർട്ട് വായിച്ചു നോക്കിയപ്പോൾ അതിൽ സ്മോൾ വെസൽ ഇസ്കീമിക് ചേഞ്ചസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് പ്രശ്നം വല്ലതും ഉള്ളതാണോ സാറേ? അതിൽ ബ്ലോക്ക് വല്ലതും ആണോ? വല്ലാത്തൊരു പേടി. അതിനുശേഷം ചെറിയ കുട്ടികളെ സാറേ, അവരൊക്കെ പഠിക്കണുള്ളൂ, ഒന്ന് സഹായിക്കണം സാർ. ഏയ് ടെൻഷൻ അടിക്കണ്ട. സ്മോൾ വെസൽ ഇസ്കീമിക് ചേഞ്ചസ് അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, സമാധാനമായിട്ടിരിക്കും. ഇപ്പോൾ തലച്ചോറിനെ നിങ്ങൾ ഒരു വലിയ നഗരമായിട്ട് സങ്കല്പിക്കുക. അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വലിയ ഹൈവേ റോഡുകളാണ് തലച്ചോറിലെ വലിയ രക്തക്കൊള്ളികൾ എന്ന് കരുതുക. ആ നഗരത്തിലെ ചെറിയ ചെറിയ പോക്കറ്റ് റോഡുകളാണ് ഈ പറയുന്ന സ്മോൾ വെസൽസ് അഥവാ കുഞ്ഞു രക്തക്കൊള്ളികൾ. അപ്പോൾ ഈ ചെറിയ രക്തക്കൊള്ളികൾക്ക് ചില കാരണങ്ങൾ കൊണ്ട് പതിയെ പതിയെ വർഷങ്ങളെടുത്ത് കുറേശ്ശെയായിട്ട് തകരാറ് വരികയും അവിടെ ചുരുങ്ങിപ്പോവുകയും ചെയ്യുന്ന അവസ്ഥയിൽ തലച്ചോറിൻ്റെ MRI സ്കാനിൽ ചെറിയ ചെറിയ പാടുകൾ പോലെ കാണാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ സ്മോൾ വെസൽ ഇസ്കീമിക് ചേഞ്ചസ് എന്ന് പറയുന്നത്. അതായത് തലച്ചോറിലെ കുഞ്ഞു രക്തക്കൊള്ളികൾക്ക് കുറേ നാളുകളെടുത്ത് പതിയെ വന്നുകൊണ്ടിരിക്കുന്ന ചില ചെറിയ മാറ്റങ്ങളെയാണ് ഈ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്മോൾ വെസൽ ഇസ്കീമിക് ചേഞ്ചസ്, ക്രോണിക് ഇസ്കീമിക് ചേഞ്ചസ്, ഏജ് റിലേറ്റഡ് വൈറ്റ് മാറ്റർ ചേഞ്ചസ് എന്നൊക്കെ MRI റിപ്പോർട്ടിൽ എഴുതി കാണാം. എന്താ സാറേ ഇതിന്റെ കാരണം? ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി നോക്കാം. ഉയർന്നു നിൽക്കുന്ന BP, പ്രമേഹം, ഉയർന്ന കൊളസ്ട്രോൾ നില, പുകവലി, പിന്നെ പ്രായക്കൂടുതൽ, ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ. സാർ ഇത് സ്ട്രോക്ക് വല്ലതുമാണോ? എന്താ വെച്ചാൽ സാറ് തുറന്നു പറഞ്ഞോളൂ, എനിക്ക് വിഷമമൊന്നുമില്ല. അല്ലല്ല, വിഷമത്തിന്റെ കാര്യമല്ല, ഇത് സ്ട്രോക്ക് അല്ല. വേറെ എന്തെങ്കിലും അപകടം ഉണ്ടോ സാറേ ഈ സ്മോൾ വെസൽ ഇസ്കീമിക് ചേഞ്ച് കൊണ്ട്? അപകടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ അപകടമില്ലേ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ഉണ്ട് താനും. അതായത് പെട്ടെന്ന് അപകടം ഉണ്ടാക്കുന്ന ഒരു അടിയന്തര അവസ്ഥയൊന്നുമല്ല ഇത്. പെട്ടെന്ന് ഒരു അത്യാഹിതമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ പതിയെ കുറച്ച് കാലം കൊണ്ട് തലച്ചോറിൻ്റെ പല ഭാഗങ്ങളിലേക്കുമുള്ള ഓക്സിജന്റെയും പോഷകങ്ങളുടെയൊക്കെ സപ്ലൈ ഈ കാരണം കൊണ്ട് കുറഞ്ഞു വരും. കാരണം ഈ സംഗതികളൊക്കെ തലച്ചോറിലെ കോശങ്ങളിലേക്ക് എത്തുന്നത് അൾട്ടിമേറ്റ്ലി ഈ സ്മോൾ വെസൽസ് അഥവാ കുഞ്ഞു രക്തക്കൊള്ളികൾ വഴിയാണല്ലോ. അതുകൊണ്ട് സ്മോൾ വെസൽ ഇസ്കീമിക് ചേഞ്ചസ് പാടെ നമ്മൾ അവഗണിച്ചാൽ ഭാവിയിൽ ചില അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറയേണ്ടി വരും. അതായത് ഓർമ്മക്കുറവ്, ഡിമെൻഷ്യ, നടക്കുമ്പോഴത്തെ ബാലൻസ് പ്രശ്നങ്ങൾ, ചിന്താശേഷിയിലും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ഉണ്ടാകുന്ന അപാകതകൾ, ഇതൊക്കെ വരാനുള്ള സാധ്യത സ്മോൾ വെസൽ ഇസ്കീമിക് ചേഞ്ചസ് ഉള്ളവർക്ക് കൂടുതലാണ് എന്നാണ് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ സ്മോൾ വെസൽ ഇസ്കീമിക് ചേഞ്ചസ് വല്ലാതെ കൂടുതലുള്ള ആളുകൾക്ക് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും. സാർ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ആസ്പിരിനായിട്ട് കഴിക്കാൻ തുടങ്ങിയാലോ? ഇല്ല, MRIയിൽ സ്മോൾ വെസൽ ഇസ്കീമിക് ചേഞ്ചസ് കണ്ടു എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ ആസ്പിരിൻ കഴിക്കേണ്ടതില്ല. മറിച്ച് നിങ്ങൾക്ക് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരം അസുഖങ്ങൾ ഉണ്ടാകാനുള്ള പലതരത്തിലുള്ള റിസ്ക് ഫാക്ടറുകളും ഓൾറെഡി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആസ്പിരിൻ കഴിക്കുന്നത് നന്നായിരിക്കും. ഇതൊന്നുമില്ലാതെ വെറുതെ ആസ്പിരിൻ കഴിക്കുന്നത് ബ്ലീഡിംഗ് റിസ്ക് കൂട്ടുക മാത്രമാണ് ചെയ്യുക. കൊളസ്ട്രോളിന്റെ ഗുളിക കഴിക്കണം. അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കൊളസ്ട്രോൾ നില കൂടുതലാണെങ്കിൽ നിങ്ങൾ മരുന്ന് കഴിക്കണം. അല്ലെങ്കിൽ സ്ട്രോക്കിൻ്റെയോ ഹാർട്ട് അറ്റാക്കിൻ്റെയോ റിസ്ക് ഫാക്ടറുകൾ കൂടുതലുള്ള ആളാണെങ്കിൽ നിങ്ങൾ കഴിക്കണം. അത് വെറുതെ കഴിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വെച്ചാൽ സാർ ഇതിൻ്റെ ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് എന്താ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കി അത് നിയന്ത്രിക്കുകയാണ് ഏറ്റവും പ്രധാനം. BP, ഷുഗർ, കൊളസ്ട്രോൾ എന്നിവ പരിശോധിക്കുകയും നിയന്ത്രിച്ച് നിർത്തുകയും വേണം. ദിവസം നടക്കുകയും എക്സർസൈസ് ചെയ്യുകയും ചെയ്യുക. പുകവലി പാടെ ഉപേക്ഷിക്കുക. ഉപ്പിൻ്റെയും മധുരത്തിൻ്റെയും ഉപയോഗം കുറയ്ക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അവസാനമായി 2 കാര്യങ്ങൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, സ്മോൾ വെസൽ ഇസ്കീമിക് ചേഞ്ചസ് ബ്രെയിൻ MRIയിൽ കാണുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തലച്ചോറ് നമ്മളോട് പറയുകയാണ്, എനിക്ക് നിങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധ തരേണ്ട സമയമായി. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് സ്കാനിങ് റിപ്പോർട്ടിനെയല്ല, രോഗിയെയും രോഗത്തിലേക്ക് വഴിതെളിക്കുന്ന റിസ്ക് ഫാക്ടറുകളെയുമാണ്. അതുകൊണ്ട് ഓരോ രോഗിയുടെ ചികിത്സയും വ്യത്യസ്തമായിരിക്കും. കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ടെൻഷൻ മാറിയോ? ശരി.